ഇന്നിപ്പോൾ ബീഫ് കറിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് അത്യാവശ്യം കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. എന്നിട്ടാണ് നമുക്ക് കറിയാക്കാം. അപ്പോൾ ആ കറിയുടെ പീസ് വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു സ്നാക്സ് തട്ടിക്കൂടുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ബീഫ് കറിയിൽ നിന്ന് കുറച്ച് ബീഫ്, പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും കപ്പ പുഴുങ്ങിയതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചീഞ്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ആദ്യം സവാള ഇട്ട് കൊടുക്കുക. അത് നല്ല രീതിയിൽ വഴന്ന് വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പച്ചമുളക് ഞാൻ കാണിക്കാൻ മറന്നിട്ടോ. ഒരു പച്ചമുളക് ഞാൻ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ സവാള വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് വാടി കിട്ടും കേട്ടോ. പിന്നെ നമ്മളിത് ഒരു ചപ്പാത്തി ഇതുപോലെ അങ്ങ് പരത്തി വെച്ചിട്ടുണ്ട് ഈ ഒരു ഗ്യാപ്പിൽ. പിന്നെ നമ്മുടെ ഈ ഒരു വാട്ടി സവാളയിലേക്ക് കുറച്ച് പൊടികൾ, അതായത് ഗരം മസാല, ബീഫ് മസാല, കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, പറയാൻ മറന്നുപോയേ. പിന്നെ നമ്മുടെ കറിയിലും ബീഫ് ഇതുപോലെ ഒന്ന് പിച്ചിക്കറിയൊക്കെ എടുത്തിട്ട് അതും കൂടി ഈ ഒരു മിക്സിലേക്ക് ഒന്ന് ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കപ്പ പുഴുങ്ങിയതും നമ്മുടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും ഇതുപോലെ നല്ലോണം ഉടച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ ചപ്പാത്തിനെ ഇതുപോലെ ഒന്ന് 8ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം 4ആയിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് ആ 4 പീസ് സെൻറ്ററിലൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 8 കോൺ പീസായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലല്ല ഏതെങ്കിലും ഒരു സൈഡിൽ ഇതുപോലെ ആ ഒരു മിക്സ് ചുരുട്ടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോൾഡിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഈ ഒരു ഷേപ്പാണ് ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി ഇതുപോലെ അങ്ങ് പൊരിച്ചു കോരിയെടുക്കാം. ഒരുപാട് ഓയിലൊന്നും പിടിക്കാത്ത അടിപൊളി സ്നാക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കറി വെച്ച ബീഫിൽ നിന്നും ഈ ഒരു തട്ടിക്കൂട്ട് സ്നാക്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉണ്ടായത് ചപ്പാത്തിയും ബീഫ് കറിയാണ്.